ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ച ബട്ടർഫ്ലൈ പെയിൻറ്റിങ് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ ബട്ടർഫ്ലൈൻ്റെ കൂടെ തന്നെ ഞാൻ 3 ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ട്. 2 ഇപ്പം നിങ്ങൾ കാണുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഒന്നുകൂടെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്ലവർ എത്രണ്ണം വേണമെങ്കിലും വരച്ചു കൊടുക്കാം, ഏത് സൈസും. അതുപോലെ ഏത് പെറ്റൽസിൻ്റെ ഡിസൈനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ഷെയ്ഡിംഗ് എന്ന് പറയണത് ആദ്യം അതായത് പെറ്റൽസിൻ്റെ ആ വലിയ പോർഷനിൽ പെറ്റലിൻ്റെ അറ്റത്ത് കൂടുതൽ ഡാർക്കർ ഷെയ്ഡ് കൊടുത്തിട്ട് ലൈറ്ററായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരികയാണ്. അപ്പം നടുവിൽ നമ്മൾ ഒരു റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെറ്റൽസിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ തിക്കായിട്ട് ഞാനിപ്പോൾ പിങ്ക് കളറാണ് കൊടുക്കുക. അതിന് ശേഷം ബ്രഷിൽ പെയിൻറ്റ് കുറവായിരിക്കും, അതല്ലെങ്കിൽ ഒന്ന് ബ്രഷ് വാഷ് ചെയ്തോളൂ. ബ്രഷ് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈറ്റർ ഷെയ്ഡിലോട്ട് വരും. അപ്പോൾ ഡാർക്കർന്ന് ലൈറ്റർ ഷെയ്ഡിലേക്ക് വന്നു. ഈ രീതിയിലാണ് നമ്മൾ എല്ലാ പെറ്റൽസും പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. എഗെയിൻ ഡാർക്കറാക്കി ഇങ്ങനെ തന്നെ ഓരോ പെറ്റൽസിലും ചെയ്യണം. എഗെയിൻ ഡാർക്കറാക്കി ഇപ്പോൾ ഡാർക്ക് ഷെയ്ഡ് പോരാന്ന് തോന്നുമ്പോൾ ഒന്നുകൂടി പെയിൻറ്റ് ഡിപ്പ് ചെയ്യാണ്. അതിന് ശേഷം ലൈറ്ററിലോട്ട് മാറ്റി ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ലൈറ്റർ ആവും. അപ്പോൾ നിങ്ങൾ ബ്രഷ് ഒന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ ഒന്ന് അതായത് പെയിൻറ്റ് വാഷിംഗ് എന്ന് പറയും ഈ ഒരു ടെക്നിക്കിന്, അങ്ങനെയും പറയും. അപ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റർ ഷെയ്ഡിലോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാ പെറ്റൽസും ചെയ്യുക. എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷെയ്ഡിങ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതും വേണമെങ്കിൽ നമുക്കിതിൽ യൂസ് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ, ഏതാണോ ഈസി എന്ന് തോന്നുന്നത് ആ ഒരു ഷെയ്ഡിങ് ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി. ഇതും ഈസിയാണ്. നമുക്കിങ്ങനെ ഡാർക്കറിന് ലൈറ്ററിലോട്ട് ആക്കുന്നതാണ്. അപ്പോൾ അഥവാ ഇൻ കേസ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പോൾ ഡാർക്കർ ആക്കണ സമയത്ത് ലൈറ്ററിലോട്ട് വരുന്ന സമയത്ത് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് തോന്നുകയാണെന്നാണെങ്കിൽ നമ്മൾക്ക് വൈറ്റ് അതായത് ഇടയിൽ വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒന്ന് ലൈറ്റർ ഷെയ്ഡിലോട്ട് ആക്കി കൊടുക്കാനായിട്ടും പറ്റും. ഞാൻ ബട്ടർഫ്ലൈ പെയിൻറ്റ് ചെയ്യണ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വൈറ്റ് കൊടുത്തിട്ട് എങ്ങനെയാണ് ലൈറ്റർ ആക്കുക എന്നുള്ളത്. നിങ്ങളിപ്പോൾ വൈറ്റ് കോമ്പിനേഷൻ, ഇപ്പം ഞാനിപ്പോൾ ഇത് പിങ്കും വൈറ്റും കോമ്പിനേഷൻ ആയത് കാരണം എനിക്ക് വൈറ്റ് കൊടുത്തിട്ട് തന്നെ ഇതിൽ ലൈറ്റർ ആക്കാൻ പറ്റും. ഇപ്പം അതല്ല, ഇപ്പോൾ പിങ്കും വൈറ്റും അല്ലാതെ ഇപ്പോൾ വേറെ ഏതെങ്കിലും 2 കളർ കോമ്പിനേഷൻ നമ്മളെപ്പോഴും ഡാർക്കർ ആൻഡ് ലൈറ്റർ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഷെയ്ഡിങ്ങാണ് ഏതൊരു പിക്ചറിനും കിട്ടുക. അതായത് ഒരു ലൈറ്റർ ഷെയ്ഡ്, ഒരു ഡാർക്കർ ഷെയ്ഡ്. ഇപ്പം ഞാനിവിടെ വൈറ്റ് ആൻഡ് പിങ്ക് യൂസ് ചെയ്ത പോലെ നിങ്ങൾക്ക് ലൈറ്റ് ലെമൺ യെല്ലോ വിത്ത് ബ്ലൂ, ലെമൺ യെല്ലോ വിത്ത് ഗ്രീൻ, അല്ലെങ്കിൽ ലെമൺ യെല്ലോ വിത്ത് റെഡ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഷെയ്ഡിങ് കൊടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ വേരിയസ് ഓപ്ഷൻസ് ആണ്. നമ്മൾക്ക് ഏത് കളറാണോ വേണമെന്ന് തോന്നുന്നത് അതിനനുസരിച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വൈറ്റിന് പകരം വേറെ ഏത് കളറും ബേസ് കോട്ടായിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ്റിങ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ലുക്കായിരിക്കും കാണാനായിട്ട്, ഒരു വെറൈറ്റി തോന്നും. നമ്മൾ മറ്റ് ഷെയ്ഡിങ്സ് ചെയ്ത പോലെയല്ല. ഷെയ്ഡിങ്സ് മീൻസ് നമ്മൾ മറ്റേലൊക്കെ ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ നോക്കുന്ന സമയത്ത് കൂടുതലും വൈറ്റ് ബേസ് ഒന്നും കൊടുക്കാണ്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിലിപ്പോൾ വൈറ്റ് ബേസ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, ബേസ് കോട്ടായിട്ട് ഇത് കാണുമ്പം ഒരു വെറൈറ്റി ആയിട്ടുള്ള ലുക്കാണ് ഉണ്ടാവുക. അപ്പം ഫൈനൽ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം നമുക്ക് ഇപ്പോൾ ബേസ് കോട്ട് വൈറ്റ് തന്നെ വേണം എന്നില്ല. വേറെ ഏതൊരു ലൈറ്റ് ഷെയ്ഡും ലൈറ്റർ ആൻഡ് ഡാർക്കർ അങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ ഒന്ന് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും.
പിന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വരച്ചു പോകാനായിട്ട് പറ്റും. വളരെ ഈസിയാണ്, അധികം കഷ്ടമൊന്നുമില്ല. ഓരോരോ പെറ്റൽസും സമയമെടുത്ത് തന്നെ ചെയ്യണം, എന്നാലേ അതിനൊരു പെർഫെക്ഷൻ വരുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കുക. ഇപ്പം മിഡിലിൽ ഞാനൊരു റൗണ്ട് വരച്ചിട്ടാണ് ഇപ്പോൾ പെറ്റൽസൊക്കെ വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അവിടെയും നമുക്ക് വേറൊരു ഫില്ലിംഗ് ആണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്കത് നോക്കാം, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതിന് ലൈനറും, അതായത് ലൈൻസും ഔട്ട്ലൈനും കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലീഫാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലീഫ് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ സാപ്പ് ഗ്രീനാണ് ഇപ്പോൾ ഇതിൽ അടിച്ചു കൊടുക്കുന്നത്. ബേസ് കോട്ടായിട്ടും വൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതല്ലാണ്ട് സാപ്പ് ഗ്രീൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. പകുതി സാപ്പ് ഗ്രീനും പകുതി വേറൊരു ലൈറ്റർ കളറുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ സാപ്പ് ഗ്രീൻ എടുത്തിട്ട് ഇപ്പോൾ ലീഫിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഓൾറെഡി ബേസ് കോട്ട് വൈറ്റ് ഉള്ളത് കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഫില്ലിങ് കൊടുക്കാം. അതിനുശേഷം ഇപ്പോൾ 2 ലീഫിൽ ഇപ്പോൾ പെയിൻറ്റ് കുറച്ച് ബ്രഷിൽ ബാക്കിയുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഫില്ലിങ് വേറെ ലീഫിലോട്ടും കൊടുത്തത്. എന്നിട്ട് ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് അതിൻ്റെ ഹാഫ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലൈറ്റ് ഗ്രീനും സാപ്പ് ഗ്രീനും ഈ 2 കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ല ഗ്രീനിന് പകരം, ഇപ്പോൾ ലൈറ്റ് ഗ്രീനിന് പകരം നമുക്ക് വേണമെങ്കിൽ യെല്ലോ യൂസ് ചെയ്യാം. അതും ഒരു ഓപ്ഷനാണ്, നല്ലൊരു ഓപ്ഷനാണ്. എപ്പോഴും ലീവ്സിന് യെല്ലോ കൊടുക്കുന്നതും, അതായത് യെല്ലോ ഗ്രീനിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതും നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഗ്രീൻ എടുത്തിട്ട് കുറച്ച് പെയിൻ്റ് അടിക്കുക, അതിനുശേഷം കുറച്ച് യെല്ലോ എടുത്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്താൽ, ഈ രീതിയിൽ ബ്ലെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതും ഇങ്ങനെ നല്ലൊരു ഡാർക്കർ ആൻഡ് ലൈറ്റർ ടോൺ കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ മിഡിൽ പോർഷനിൽ ആ റൗണ്ട് വരച്ചതല്ലോ ഫ്ലവറിന്, അത് ബ്ലാക്ക് കളർ വെച്ച് ഫില്ല് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ചെറിയ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഷെയ്ഡിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബ്ലാക്ക് നടുവിൽ ഫില്ല് ചെയ്തു, എന്നിട്ട് നമ്മൾ ലൈൻസ് ഇട്ടിട്ട് ഷെയ്ഡിങ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതേ ബ്ലാക്ക് വെച്ചിട്ട് തന്നെ ഓരോരോ പെറ്റൽസിനും ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഈ ബ്ലാക്കിന് പകരം ആ ഡാർക്ക് പിങ്ക് തന്നെ നടുവിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതേ സെയിം മെത്തേഡിൽ ചെയ്യാവുന്നതാണ്. ഈ ഔട്ട്ലൈനും ഡാർക്ക് പിങ്ക് തന്നെ വെച്ചിട്ട് കൊടുക്കാം. അപ്പം അതല്ല, ഇപ്പോൾ ഡാർക്ക് പിങ്കിന് പകരം കുറച്ചൊന്ന്, ഇപ്പോൾ 3 ഡ്രോപ്പ് പിങ്ക് ആണെങ്കിൽ ലൈറ്റായിട്ട് ഒരു ഡ്രോപ്പ് ബ്ലൂ യൂസ് ചെയ്ത് മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഔട്ട്ലൈൻ കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ പ്രിഫറൻസാണ്. അപ്പം ഞാനിപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. അതല്ല വേറെ ഏതെങ്കിലും ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം മാച്ചിങ് ആയിരിക്കണം. ഇപ്പം നടുവിൽ കൊടുത്ത കളറും അതുപോലെ ഔട്ട്ലൈൻ കൊടുക്കുന്നതും മാച്ചിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫ്ലവറിന് ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കോമ്പിനേഷനൊക്കെ നോക്കുന്ന സമയത്ത് അത് മാച്ചിങ് ആണെങ്കിൽ മാത്രമേ ലുക്ക് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ലീഫിനും നമ്മൾ ഔട്ട്ലൈൻ മാത്രമാണ് ചെയ്തു കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ലീഫും അതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ഏകദേശം നമ്മുടെ പിക്ചർ ഫൈനൽ കംപ്ലീഷനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഷെയ്ഡിങ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു ഫ്ലവറിൽ റെഡ് വെച്ചിട്ടാണ് ഷെയ്ഡിങ് കൊടുക്കുന്നത്. അപ്പോൾ അടിയിൽ ബേസ് കോട്ടായിട്ട് വൈറ്റ് ഉണ്ട്, എന്നിട്ട് റെഡ്. ഇപ്പോൾ റെഡ് വെച്ചിട്ടും സെയിം പോലെ നമ്മളെങ്ങനെയാണോ പിങ്ക് ചെയ്തത് അതേ രീതിയിൽ തന്നെ റെഡും ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഷെയ്ഡിങ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു പിക്ചറിൽ ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈയും 2 പൂക്കളൊക്കെ ആണെങ്കിൽ ഏകദേശം ബട്ടർഫ്ലൈ ഏത് കളറാണോ കൊടുത്തിരിക്കുന്നത് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ വേണം പൂക്കളും കളർ കൊടുക്കാനായിട്ട്. എന്നാലേ നമ്മൾ പിക്ചർ കാണുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കോമ്പിനേഷൻ നന്നായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലുക്ക് നമുക്ക് ഉണ്ടാവില്ല, ആ ഒരു പിക്ചറിന് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക, ഏതൊക്കെ കളറായിരിക്കും മാച്ച് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കളേഴ്സ് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇതൊരു
2 ഫ്ലവർ ഓൾറെഡി പിങ്ക് കൊടുത്തത് കാരണം ഇതിന് ഈ ഒരു മൂന്നാമത്തെ ഫ്ലവറിന് വേറൊരു കളർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് റെഡ് ചൂസ് ചെയ്തത്. റെഡ് എന്ന് പറയുമ്പോൾ ക്രിംസൺ റെഡ് ഇല്ലേ, ആ ഒരു റെഡാണ് എടുത്തിരിക്കുന്നത്. ലൈറ്റായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അടിയിൽ വൈറ്റ് കോട്ട് വരുന്നത് കാരണം, ബേസ് കോട്ടായിട്ട് കൊടുത്തത് കാരണം കുറച്ച് ലൈറ്റായിട്ടാണ് കാണുന്നത് റെഡ് ആണെങ്കിലും. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഈ ഫ്ലവറും കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന് നിങ്ങൾക്ക് ഔട്ട്ലൈൻസൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസും ഒക്കെ ഗൂഗിളിൽ അവൈലബിൾ ആണ്. നമ്മൾക്ക് ഏത് ഡിസൈനാണോ താല്പര്യം അതെടുത്തിട്ട് നമുക്ക് ഈ ടെക്നിക്സ് ഒക്കെ അതിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഈ ഒരു ഫ്ലവറും അതുപോലെ ഈ ഒരു പാറ്റേണിലുള്ള പെറ്റൽസ് തന്നെ വരച്ച് നോക്കണം എന്നില്ല. ഒരുപാട് പാറ്റേൺസ് അവൈലബിൾ ആണ് ഇൻ്റർനെറ്റിൽ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ ഫ്രീ ഹാൻഡിൽ വരയ്ക്കാൻ അറിയാത്തവർക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ട്രേസ് ചെയ്ത് വരയ്ക്കാം. അതായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുണ്ടാവുക വരയ്ക്കാൻ അറിയാത്തവർക്ക്. ഇപ്പോൾ വരയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ ഫ്രീ ഹാൻഡിൽ തന്നെ വരച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. എപ്പോഴും ഈ ഫ്രെയിം ഇട്ടിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് ക്ലോത്ത് നല്ല സ്ട്രെച്ചായിട്ട് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടഫായിട്ട് തോന്നും. അപ്പോൾ എങ്ങനത്തെ ഫ്രെയിമാണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഡിസ്റ്റർബൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് തീരെ വോയിസ് അപ്പം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ പറയുന്നതെല്ലാം ക്ലിയറായിട്ട് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരേപോലത്തെ ഫ്ലവറാണ്, അതുകൊണ്ടാണ് കൂടുതലായിട്ട് നമ്മൾക്കിപ്പം ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളത് കാരണം ഇതൊന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണിക്കുന്നേ ഉള്ളൂ. സെയിം ടെക്നിക്ക്, ആ പിങ്ക് എങ്ങനെയാണോ ചെയ്ത് അതേ ടെക്നിക്ക് ബ്ലാക്ക് തന്നെയാണ് ഔട്ട്ലൈനായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നടുവിലിപ്പം ഇങ്ങനെ റൗണ്ട് വേണ്ട, അതായത് ഇത്രയും ഫില്ലിങ് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഫില്ലിങ് കൊടുക്കാം. വെറുതെ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, വേറെ കളർ വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ലീഫിന് ഫസ്റ്റ് ലൈറ്റ് ഗ്രീനാണ്, അതിന് ശേഷം ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് സാപ്പ് ഗ്രീൻ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലീഫിന് ഒരു ഡബിൾ ടോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്യണ സമയത്ത്, ബ്ലാക്ക് ഔട്ട്ലൈൻ എന്നല്ല, എന്ത് ഔട്ട്ലൈൻ ചെയ്യണ സമയത്തും റൗണ്ട് ബ്രഷ് തിന്നായിട്ടുള്ളത് 3 നമ്പർ 2 നമ്പർ ബ്രഷ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ലൈൻസ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടുള്ള ഒരു ടെക്നിക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു, ബൈ.